ഇപ്പൊ എത്ര പെൻഷൻ? 1600. അപ്പോൾ 300-ൽ നിന്നും 1200 വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റ് ഒന്നുമില്ല. പെൻഷന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ റോൾ എന്താ നമ്മളൊന്ന് പരിശോധിച്ച് പോയാൽ നല്ലതായിരിക്കുമല്ലോ. 1980-ലാണല്ലോ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണല്ലോ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ വരുമ്പോൾ അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കരുണാകരന്റെ നിലപാടെന്തായിരുന്നു? പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ, അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. കാരണം ഇത് നോക്കൂ, 1980-ലാണ് 45 രൂപ 60 വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം 82-ൽ ആ സർക്കാർ വീണു. പകരം 82-ൽ UDF സർക്കാർ അധികാരത്തിൽ വന്നു. 45 രൂപയിൽ 100 രൂപ കൂട്ടിയോ. 82 മുതൽ 87 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് 1 രൂപ കൂട്ടിയില്ല. തീർന്നില്ല. 87-ൽ കരുണാകരൻ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു. 45 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് 45 രൂപയായിരുന്ന പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത് ആദ്യത്തെ വർധനമുണ്ടാവുന്നത് കരുണാകരന്റെ 1987 സർക്കാരിന്റെ കാലത്താണ്. ആ സർക്കാർ 92 പോയി, UDF വന്നു. എന്തെങ്കിലും വർധനമുണ്ടായോ? 5 വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല. ഒടുവിൽ 96-ൽ പെൻഷൻ 60 രൂപയിൽ നിന്ന് 120 രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു കരുണാകരൻ സർക്കാരിന്റെ കാലത്ത്. മൂന്നാമത്തെ വർധനയും LDF സർക്കാരിന്റെ കാലത്ത് 1996-ൽ. കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു? നാമമാത്രമായിട്ടാണെങ്കിലും 96 വരെ വർദ്ധിപ്പിച്ചില്ല. അതിനുശേഷം 2001-ൽ ആന്റണി സർക്കാർ വരുന്നു. അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ. 91-ലെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് 28 മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം 2001-ൽ വന്ന ആന്റണി സർക്കാരിന്റെ കാലമാണ്. ആ 28 മാസക്കാലത്തെ പെൻഷൻ 120 രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? 28 മാസത്തെ പെൻഷന്റെ കുടിശ്ശിക 2006-ൽ വരുന്ന VS അച്യുതാനന്ദൻ സർക്കാർ. അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ 2011-ൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല. ഈ 120 രൂപ എന്നുള്ളത് 500 രൂപയാക്കിയിട്ടാണ് VS അച്യുതാനന്ദൻ പോകുന്നത്. വർധന ഉണ്ടാവുന്നു. 120-ൽ നിന്നാണ് വർധന ഉണ്ടാവുന്നത് ആലോചിക്കണം. അപ്പോൾ 2011 വരെയും UDF സർക്കാരിന്റെ ഒരു സർക്കാരും 1 രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ്